ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2016 അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയും അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് നടത്തിയ ഒരു പഠനത്തെ പറ്റി. ഹായ്, ഞാൻ ജോബി പോൾ, എൻഡ്യൂറൻസ് അത്ലീറ്റ് ആൻഡ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ. 2016 അമേരിക്കൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയും ചേർന്ന് നടത്തിയ ഒരു പഠനത്തിൽ നിങ്ങൾ ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുന്നയാളാണെങ്കിൽ 13 തരം ക്യാൻസർ വരാനുള്ള ചാൻസ് 50% കുറയുമെന്നാണ്. ഇതിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കോമൺ ആയി കാണുന്ന കോളൻ ക്യാൻസർ, ലങ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതൊക്കെ പെടും. ഗൂഗിളിൽ എക്സസൈസ് ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് 13 ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും മുഴുവൻ വിവരങ്ങളും പഠനം നടത്തിയ രീതിയുമൊക്കെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ കിട്ടും. ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ അതേപ്പറ്റി ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ മസിൽസിനും നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനും റെസിസ്റ്റൻസ് കിട്ടുന്ന തരം വ്യായാമങ്ങൾ, അതായത് ഓട്ടം, സൈക്ലിംഗ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, ജിമ്മിലെ വ്യായാമങ്ങൾ, ഇതൊക്കെ. അല്ലാതെ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരാൾ അരമണിക്കൂർ നടക്കുന്നതോ അല്ലെങ്കിൽ ധ്യാനനിമഗ്നനായി യോഗ ചെയ്യുന്നതോ വ്യായാമമായിട്ട് കൂട്ടണ്ട. അതിന് അതിൻ്റേതായ മറ്റു ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ വന്ന ഒരാളുടെ സർവൈവൽ ചാൻസ് അയാൾ ദിവസവും എക്സസൈസ് ചെയ്താൽ 60% കൂടുന്നുവെന്നും ഇതേ പഠനം തന്നെ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിവിടെ ഒരുപാട് ക്യാൻസർ ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പുകളും ഒക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും പൊറോട്ട, ബീഫ്, കീടനാശിനി, പുകവലി, മദ്യപാനം ഇതേപ്പറ്റി മാത്രം പറയുന്നതാണ് കൂടുതലും കേൾക്കുന്നത്. ഏതെങ്കിലും ക്യാൻസർ ചികിത്സാ ഡോക്ടർമാർ രോഗികളോട് എക്സസൈസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ? ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾക്ക് ഭരണകൂടം കൊടുക്കുന്ന പ്രാധാന്യം ആളുകൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നതിൽ കൊടുക്കാറുണ്ടോ? ഇവിടെ നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ശീലമാക്കുക എന്നതാണ്. അപ്പോൾ ഇത്തരം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാൻ.